അടിപൊളിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കഴിക്കുമ്പോഴും റോസാപ്പൂവിന്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. അതിന്റെ അടിപൊളി പറഞ്ഞ അടിപൊളി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഗുൽഗന്ധാണ്. ഇത് അധികം കാണപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഇത് അധികം കാണപ്പെടുന്നത്. ഗുൽഗന്ധ് ഉണ്ടാക്കുന്നത് നമ്മൾ റോസ് പൂ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നാടൻ റോസ് പൂ ആയിരിക്കണം, അതിലാണ് ടേസ്റ്റി ഉണ്ടാവുള്ളതോ. അപ്പൊ അത് കാരണം ഞാൻ ഞങ്ങളുടെ പൂച്ചട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് ഈ നാടൻ റോസ് വെച്ചിട്ടാണ് ചെയ്യുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോസ് ചട്ടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ ഗുൽഗന്ധ് ഇടുന്നത് നമ്മൾ അധികം ഐസ്ക്രീമില് ഫ്രൂട്ട് സലാഡിലും കൂടിയിട്ടാണ് ഇടുന്നത്. അത് മുകളിൽ നല്ല ഭംഗിക്ക് ഇടും. അത് പക്ഷെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയും ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നാടൻ പൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. ഞാൻ വെട്ടിയെടുക്കുന്നതും കൂടി കാണിച്ചു തരാം. വെട്ടിയെടുക്കേണ്ട ഓരോന്നും ഇതാ നോക്കിക്കോളൂ. ഇതാ ഇതെങ്ങനെ വെട്ടിയെടുക്കണ്ട നോക്കിക്കോളൂ. നാടൻ പൂ ഈ പൂ കഴുകേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ ഈ പൂച്ചെടിയിൽ നിറയെ വെള്ളം അടിച്ച് നല്ല കഴുകിയ പൂവാണ്. ഇത് ഉണ്ടാക്കാൻ പോകുമ്പോൾ കഴുകിക്കഴിഞ്ഞാൽ വെള്ളം നല്ല വെടിച്ച പൂവായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കഴുകി പൂച്ചെടി തന്നെ വെച്ചത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഈ അതളകൾ പിച്ചിടണം. ഇതിന്റെ നടുക്കത്തി ഒന്നും ഇടരുത്, പൂ മാത്രമേ പാടുള്ളൂ അത് ഉണ്ടാക്കുമ്പോ. അപ്പൊ നമുക്കിനി ഗുൽഗന്ധ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ചില്ലിന്റെ ബോട്ടിൽ എടുക്കണം. ചില്ലിന്റെ ആണെങ്കിലോ ഭരണി ആണെങ്കിലോ അതൊന്നും കുഴപ്പമില്ല. നല്ല പോലെ ഇങ്ങനെ വെടിച്ചിരിക്കണം ബോട്ടില്. എന്നിട്ട് നമ്മളത് ബോട്ടിൽ ഇങ്ങനെ വെക്കണം. ഫസ്റ്റ് ഇടേണ്ടത് നമുക്ക് വന്നിട്ട് ഒരു പിടി നമ്മുടെ പൂവിട്ട് കൊടുക്കണം. പൂവിട്ടതിന് ശേഷം നമ്മൾ വന്നിട്ട് ഒരു സ്പൂണ്, അതായത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 സ്പൂണ് തേന് പറഞ്ഞത് നല്ല തേനാണ്. 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അതേപോലെ നമ്മളൊരു പിടി പൂവ് എടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാവിടേക്കും ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എല്ലാം ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും പെടണം. തേനും അതുപോലെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും സെറ്റ് ആകണ പോലെ ഒഴിക്കണം. പിന്നെ അതുപോലെ ഒരു സെറ്റ് എടുക്കുക. ഇങ്ങനെ ഈ ലെയറുകൾ ഇങ്ങനെ നിറച്ച് കൊണ്ട് വരണം. അപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്തിട്ട് അതേപോലെ നിറയെ 2 കിലോ 3 കിലോ പൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല അമർത്തി നന്നായി മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയല്ല, വെളിയിലാണ് വെക്കേണ്ടത്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്കിനി 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഗുൽഗന്ധ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ. പഞ്ചസാരയല്ല, തേനാണ് കൂടുതല്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എന്താണല്ലോ റോസാപ്പൂവിന്റെ അടിപൊളിയായിട്ടില്ലേ കാണാൻ. എന്തായാലും നമ്മുടെ ഗുൽഗന്ധ് ഗംഭീരമായിട്ട് സെറ്റാക്കി പുഷ്പമ്മ അതില് എന്താ പറയാ അതിന്റെ മണവും ഒക്കെ കൂടി വരുമ്പോ ഒരു തേനിന്റെ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഗംഭീര ടേസ്റ്റ് ഫീൽ പൂവാണ്. വായിൽ വെള്ളം വരുന്നു. റോസാപ്പൂവിന്റെ നല്ല മണമുണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാത്. ഇത് എല്ലാത്തിന്റെ കൂടെയും കഴിക്കാം. ഭംഗി ഇല്ലാത്തവർക്കൊക്കെ നല്ല ഭംഗി വരും. നല്ല താനെ കഴിച്ചാലും നല്ലതാണ്. വെറുതെ നമ്മളെ രാവിലെ എണിച്ച് 1 സ്പൂൺ കഴിക്കാം. പല സാധനത്തിന്റെ കൂടെയും കഴിക്കാം. എല്ലാത്തിന്റെ കൂടെയും കഴിക്കാം. നമ്മൾ ഐസ്ക്രീം ആയിക്കോട്ടെ, പായസം ആയിക്കോട്ടെ, ഇനി ഗുലാബ് ജാം ആയിക്കോട്ടെ, എന്തി കൂടെയും ഇത് കഴിക്കാം. പക്ഷെ രാവിലെ എല്ലാവരും 1 സ്പൂൺ ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. നല്ല ചന്തം ശരീരത്തിന്റെ ചർമ്മം നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തായാലും മറ്റു സാധനങ്ങളൊന്നും ഇല്ല, പായസം ഒന്നുമില്ല, ജസ്റ്റ് ഐസ്ക്രീമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഐസ്ക്രീം എടുത്തിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാലോ. പുഷ്പം ഐസ്ക്രീം എടുക്കട്ടെ. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം നമുക്ക് എടുക്കാം അല്ലേ? നമുക്കിപ്പോ ഐസ്ക്രീം വെച്ച് കഴിക്കാം. അതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്നാ പുഷ്പമ്മ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ആദ്യം ഐസ്ക്രീം ഇടുക. ഇതിലിടണം അല്ലേ? ഒരു ബോളിൽ ഐസ്ക്രീം ഇടുക. ഓക്കെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പിൽ ആദ്യം ഐസ്ക്രീം സെറ്റ് ചെയ്യണം അല്ലേ? സെറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ 1 കപ്പ് ഐസ്ക്രീം ആദ്യം ഇടുക ബോളില്. കണ്ടാ അങ്ങനെ ഇടുക.
ഇതിന്റെ മുകളിലാണ് നമുക്ക് ഇനി ഇടേണ്ടത്. സ്പൂൺ ആവശ്യത്തിന് ഇതിന്റെ മേലെ ഒന്ന് ഇട്ടിട്ട് നമ്മളെ ചെറുതായിട്ട് കഴിക്കുക. ഇത്രയൊന്നും ഇടാൻ പാടില്ല. എന്താണ് നീ നല്ല കളർ വരട്ടെ വേണ്ടിട്ട് ഇട്ട് തരുകയാണ്. ഓ എന്റെ പുഷ്പമ്മന്റെ സ്നേഹം കണ്ട എന്നെ കറുത്തു പോയിട്ട് നല്ല വെളുക്കാൻ വേണ്ടി പുഷ്പമ്മത്തിൽ കൂടുതൽ എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം ഐസ്ക്രീമിൽ കുൽഗന്തൊക്കെ ഇട്ട് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും എന്തായാലും കഴിച്ചു നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാതാ നല്ല റോസാപ്പൂവിന്റെ ഇതളുകളൊക്കെ നല്ല തേനും പഞ്ചാരയും കുടിച്ച് ഗംഭീരമായിട്ട് ഐസ്ക്രീമിന്റെ മേലെ കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്തൊരു കൊതിയാവുന്ന ഫീലാണ്. എന്തായാലും രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കണല്ലേ പുഷ്പമ്മ? എടുത്തിട്ട് കഴിച്ചു നോക്ക്. അടിപൊളിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കഴിക്കുമ്പോഴും റോസാപ്പൂവിന്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. അതിന്റെ അടിപൊളി പറഞ്ഞ അടിപൊളി. പുഷ്പമ്മന്റെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്റെ പുഷ്പമ്മ? അങ്ങനെയല്ല, നമ്മുടെ നാടൻ റോസ് ഉണ്ടായപ്പോ നമ്മളിപ്പോ വെളിയിൽ നിന്നൊക്കെ പോയ ആൾക്കാരൊക്കെ മേടിച്ചിട്ട് വരും, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന് ഇങ്ങനെ ചെയ്ത് എങ്ങനെയിരിക്കുന്നു ഞാനൊന്ന് നോക്കിയതാണ്. എന്തായാലും എവിടെയും കിട്ടില്ല അമ്മ ഒരു ടേസ്റ്റ്, ഒരു വെറൈറ്റി അനുഭവം തന്നെ. പുഷ്പമ്മ, നമ്മളിതിപ്പോ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല, കേരളത്തിലൊന്നും മലയാളികളൊന്നും കഴിക്കുന്ന കണ്ടില്ല. എവിടത്തെ ഐറ്റം? നോർത്ത്. നന്നായി കഴിക്കും. നോർത്തുകാരന്റെ ഒരു അടിപൊളി. പിന്നെ ഇത് വാങ്ങാൻ ഭയങ്കര വിലയാണ്. നമ്മൾക്കൊന്നും ഇത് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലേ? ഇപ്പൊ കിട്ടും, വെളിയിൽ പോയാൽ നമുക്ക് മേടിക്കാൻ കിട്ടാം. പക്ഷെ ഇത് നമ്മൾക്ക് ഉണ്ടാക്കാനും കഴിയില്ല. അധികം ആൾക്കാരൊന്നും അത് കഴിക്കില്ല. ഞാൻ പറഞ്ഞു തന്നല്ലോ ഈ വീഡിയോയില്, ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ അധികം വലിയ VIP കളാണ്. പക്ഷെ നമ്മുടെ വീട്ടില് നോർത്തിലുള്ള വലിയ വലിയ ടീമുകളൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക വിഭവമാണിത്. എല്ലാ വലിയ വലിയ ഫംഗ്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമ്മുടെ പുഷ്പമ്മ പറഞ്ഞ പാടി കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏത് ടോപ്പും ഏത് താഴെയുള്ളതും എല്ലാം നമ്മൾക്ക് ഒരുപോലെ സമമാണ്. എല്ലാ രീതിയിലും ഫുഡും നമ്മൾ നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും കാണിച്ചു തരും. അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സിമ്പിളായിട്ടാണ് പുഷ്പമ്മ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും. ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ റോസാപ്പൂവിനെ ചുമ്മാ അതുപോലെ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാ റോസിലും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ സാധാരണ നാടൻ റോസിലാണ് ഇത് നമ്മൾ ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിറയെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അങ്ങനെ ചെയ്തിട്ട് 1 മാസമൊക്കെ ഇങ്ങനെ നമ്മൾ വെക്കണം. അല്ലാണ്ടൊന്നും ഇതൊന്നും എത്ര ഇരിക്കുന്നോറും അത്ര അടിപൊളി എത്ര മാസം ഒരു മാസം ഇരുന്നിട്ട് നല്ല അടിപൊളി. അതിന്റെ ഫ്ലേവർ ഒന്നും പോയിട്ടുള്ള അടിപൊളിയുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നാടൻ റോസാപ്പൂ വലിച്ച് ഉണ്ടാക്കി കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കുക. നല്ല കളർ ഉണ്ടാവും, നല്ല ഭംഗി വെക്കുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത ഇതുപോലത്തെ വെറൈറ്റി കിടക്കാച്ചി 5 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക. പല്ല് വരാണ്ടിരുന്ന ആ കുട്ടികൾക്ക് ഇത് ചവച്ച് കഴിക്കണം അല്ലേ? അപ്പൊ എന്തായാലും അടുത്ത ഇതുപോലത്തെ കിടക്കാച്ചി വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും പാടി കിച്ചണ്ടേ. ബൈ.